അങ്ങോട്ടാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. യാത്ര എങ്ങോട്ടാന്ന് മനസ്സിലായല്ലോ. സംഭവം തേനി പ്ലാൻ ചെയ്തു, പക്ഷെ എവിടെ വരെ പോകും നമുക്ക് കാണാം. നമ്മൾ ടയറൊക്കെ ചെക്ക് ചെയ്തു. ഒരാൾ ബാഗ് എടുത്ത് പൊക്കാൻ നോക്കണം, നടക്കുന്നില്ല. നമ്മളിപ്പം നല്ലൊരു സീനറി കാണും. നമ്മൾ മുണ്ടക്കയത്തുനിന്ന് കയറുമ്പോൾ റേഞ്ച് കയറുന്ന ഭാഗം, അതായത് കാളകെട്ടി ഭാഗത്തൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ലൊരു വൈബാണത്. കാരണം അവിടെ ഐസ്ക്രീം കാരനൊക്കെയാണ്, നമുക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെ പോയാലും എന്തെങ്കിലും ഫുഡ് കൈ കാണും. അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്നേക്കാൾ നല്ലതല്ലേ. ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഉച്ച സമയമായി. നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല സ്ഥലം നോക്കി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തിരിച്ചു. ഇപ്പം കുട്ടിക്കാനത്തെത്തി. ഞാൻ കുമളി ഭാഗത്ത് പോയിട്ട് ഏറ്റവും കൂടുതൽ മഞ്ഞ് കണ്ടിട്ടുള്ളൊരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. പിന്നെ ഈ പള്ളി പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ഫേമസ് ആണ്. നമ്മുടെ ഫേമസ് പട്ടുമല പള്ളി. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ റൂട്ട് പോകുന്നവരൊക്കെ അവിടെ പോയി കയറി നേർച്ചയിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. ഞങ്ങൾ എപ്പോൾ വന്നാലും നേർച്ചയിട്ടിട്ടേ പോകാറുള്ളൂ. പോകുന്ന വഴി മുഴുവൻ തേയിലക്കാടുകളാണ്. തേയിലക്കാടുകളും മലനിരകളും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല രസമുണ്ട്. നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവസാനം കുമളി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ചെക്ക് പോസ്റ്റ് അടുത്ത്, നമ്മൾ കമ്പത്തോട്ട് കയറുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. മുമ്പ് ഇറങ്ങുന്നതിന് മുൻപ് നമുക്ക് ചായയൊക്കെ കുടിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം മുമ്പ് എത്തിക്കഴിയുമ്പോൾ നല്ല കടകളൊന്നും കിട്ടണമെന്നില്ല. മലയാളി കടകളൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ല, പക്ഷേ നല്ല കടകളൊക്കെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേന് അവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ തിരിച്ച് വരുമ്പോഴേ പള്ളി നേർച്ചയിടാറുള്ളൂ. അതൊന്ന് പ്രത്യേകം പറയണ്ടല്ലോ, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻസ് ആണ്. അങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ നമ്മുടെ യാത്ര തുടരുകയാണ്. വഴിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും നല്ല കാഴ്ച കേട്ടോ. ഫാമിലി ആയിട്ട് വഴിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഓരോ പണിയിലാണ്. നമ്മളെ നോക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫുഡ് കൊടുത്താൽ കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം അവരെയൊക്കെ കണ്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ കമ്പം ഇറങ്ങിയപ്പോൾ നല്ല റോഡാണ് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. രണ്ട് സൈഡും നല്ല കൃഷിയും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തൂടെയൊക്കെ നടന്നു. ആദ്യമൊക്കെ കുറച്ച് പച്ച മുന്തിരിയായിരുന്നു കേട്ടോ. നമ്മൾ ആ കയറി പോകുന്ന സൈഡൊക്കെ നല്ല പച്ച മുന്തിരിയായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ഇപ്പം കൊക്കിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് നാളായി പോയിട്ട്, കുറച്ച് മാസങ്ങളായി പോയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നൊരു സ്ഥലമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ നല്ല പഴുത്ത മുന്തിരിങ്ങുള്ള സ്ഥലത്തോട്ട് പോയത്. അവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. മുന്തിരി പറക്കലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണിഷ്മെൻ്റ് ഉണ്ട്. നമുക്ക് മുന്തിരിങ്ങ അവിടെ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് പറിച്ച് നശിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് അവർ കൃഷി ചെയ്യുന്നൊരു സാധനമല്ലേ. അപ്പോൾ നമ്മളത് കാശ് മുടക്കി മേടിക്കുക. നമ്മളവിടെ പോയി പറിച്ച് എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അതുവേണ്ടി അവർ പ്രത്യേകം പറയുന്നുണ്ട്, പറിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് അത് പറിച്ച് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവർ കാണാതൊക്കെ പറിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതൊരു കൂട്ടം കൃഷിപ്പണിക്കാരുടെ കഷ്ടപ്പാടിൻ്റെ മുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൈസ കൊടുത്ത് തന്നെ മേടിക്കുക. അവിടെ പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടും. പിന്നെ മുന്തിരി വൈന്, മുന്തിരി ജ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. മുന്തിരി തൈകളും കിട്ടും. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും കുമളിക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. രാത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്താണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകളുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ കുമളി വീണ്ടും കയറി. കാരണം കുമളിയിലാണ് നമ്മൾ റൂം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുമളിയിൽ വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക്, നല്ല തിരക്കുണ്ടായിരുന്നു. കടകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് കുമളി ജംഗ്ഷനിൽ വന്നു. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റൂം എടുത്തു. ബജറ്റ് ഫ്രണ്ട്ലി റൂമാണ് കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നല്ല റൂമാണ്, നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കാരണം നല്ല ക്ലീനായ
റൂംസാണ് കേട്ടോ. നല്ല ക്ലീനാണ്. TV AC എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ആ ഒരു ബഡ്ജറ്റിൽ ആ ഒരു അത്രയും നല്ല റൂം കിട്ടുക ഒരു ഭയങ്കര പാടാണ് കേട്ടോ, പ്രത്യേകിച്ചും ആ ഭാഗത്തൊക്കെ. റൂമിൽ കയറി ഫ്രഷായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഞങ്ങൾ അതിലേക്ക് ഒന്ന് കറങ്ങി. നൈറ്റല്ലേ, നമ്മൾ തേക്കടി ഭാഗത്തൂടെയൊക്കെ ഒന്ന് നൈറ്റ് ഒന്ന് ജസ്റ്റ് കറങ്ങി. അതിന് ശേഷമാണ് ഞങ്ങൾ ടൗണിൽ വന്നത് ഞങ്ങൾ ഫുഡ് മേടിച്ചത്. ചൂട് ദോശയും പൂരിയായിരുന്നു മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നു, പാഴ്സലൊക്കെ പൊട്ടിച്ചു. ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നാളെ അടുത്ത സ്ഥലത്തേക്ക് പോവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.